പച്ചക്കറി വില വർധന താളം തെറ്റി കുടുംബ ബജറ്റ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പെട്ടെന്നുണ്ടായ സവാള വിലക്കയറ്റത്തിൽ കുടുംബ ബജറ്റ് താളം തെറ്റി. സാധാരണക്കാർ സമീപകാലത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയ സവാള വിലയോടൊപ്പം ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചക്കറികളുടെയും വില ഉയരുകയാണ്. കിലോയ്ക്ക് 80 മുതൽ 90 രൂപ വരെയുള്ള നിരക്കിലാണ് ജില്ലയിലെ പച്ചക്കറി കടകളിൽ സവാള വ്യാപാരം നടക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നാണ് സവാള പ്രധാനമായും വരേണ്ടത്. ഒക്ടോബറിൽ അവിടെ പെയ്ത മഴയിൽ വലിയ കൃഷിനാശം ഉണ്ടായതോടെ ലഭ്യതയിലുണ്ടായ ഏറ്റക്കുറച്ചിലാണ് വിലക്കയറ്റത്തിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. കൃഷിനാശത്തിനൊപ്പം ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതും ലഭ്യതയെ ബാധിച്ചു. രാജസ്ഥാനിലെയും പൂനെയിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. മൈസൂരുവിൽ നിന്നുള്ള സവാള വരവ് കുറഞ്ഞതും തിരിച്ചടിയാണ്. നാസിക്കിൽ നിന്നും ബീജാപ്പൂരിൽ നിന്നുമാണ് ഇപ്പോൾ പ്രധാനമായും സവാള ഇറക്കുന്നത്. കിലോ 68 രൂപ നിരക്കിൽ നൽകിയാണ് മൊത്ത വ്യാപാരികൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് സവാള വാങ്ങുന്നത്. പെട്ടെന്ന് കേടുവരുന്നതിനാൽ മൊത്ത വ്യാപാരികളും സവാള ധാരാളമായി സംഭരിക്കുന്നില്ല. കുറച്ച് ദിവസത്തേക്കുള്ള ലോഡ് മാത്രമാണ് എടുക്കുന്നത്. അതിൽ തന്നെ കേടുവന്ന സവാള വിൽപ്പനയോഗ്യമല്ലാതായി നഷ്ടമായി പോകുന്നുവെന്നും വ്യാപാരികൾ പറയുന്നു. ഇതെല്ലാം വിപണിയിൽ ഉണ്ടാക്കുന്ന അനിശ്ചിതത്വമാണ് സവാള വിലയിൽ പ്രതിഫലിക്കുന്നത്. അടുത്ത ആഴ്ചകളിൽ വീണ്ടും വിളവെടുപ്പ് തുടങ്ങും. അതുവരെ വില ഉയർന്നു നിൽക്കാനുള്ള സാധ്യതയാണുള്ളത്. സവാളയോടൊപ്പം മറ്റ് അവശ്യ പച്ചക്കറികൾക്കും വില കൂടുന്നുണ്ട്. ക്യാരറ്റ് കിലോയ്ക്ക് 65 മുതൽ 70 രൂപ നിരക്കിലാണ് കച്ചവടം നടക്കുന്നത്. വെളുത്തുള്ളി വില 400-ൽ നിൽക്കുന്നു. മറ്റ് പച്ചക്കറികൾക്ക് ശരാശരി 60 രൂപയ്ക്ക് മുകളിലാണ് വില. മുരിങ്ങക്ക വില വലിയ ഇടിവുണ്ട്. 140-ൽ നിന്ന് 55-60 രൂപയിലേക്ക് താഴ്ന്നു. കോഴിയിറച്ചിക്കും വില താഴ്ന്നു നിൽക്കുന്നു.